നമസ്കാരം. BMC ന്യൂസ് ലൈവ് സ്പോർട്ട് ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രവീൺ കൃഷ്ണ. നമുക്കറിയാം, ഏറെ സങ്കടകരമായ ഒരു വാർത്ത യമനിൽ നിന്നും അല്പ വർഷങ്ങൾക്ക് മുൻപ് എത്തിയിരുന്നു. യമൻ സ്വദേശിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് നിമിഷപ്രിയ എന്ന മലയാളി വധശിക്ഷ കാത്ത് കഴിയുന്ന ഒരവസ്ഥയിലേക്ക് വരെ അത് എത്തി നിൽക്കുന്നു. ഈ ഒരു വിഷയമാണ് ഇന്നത്തെ സ്പോർട്ട് ന്യൂസിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. അപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നത് നിമിഷപ്രിയയുടെ അമ്മ പ്രേമകുമാരി, അതോടൊപ്പം സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ കൺവീനറായ JNK, കൂടാതെ സാമൂഹ്യ പ്രവർത്തകയും അഡ്വക്കേറ്റുമായ ദീപ ജോസഫ് എന്നിവരാണ് നമ്മളോടൊപ്പം ചേരുന്നത്. കൂടാതെ ദീപ ജോസഫ് സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിലിന്റെ വൈസ് ചെയർപേഴ്സൺ കൂടിയാണ്. അതോടൊപ്പം തന്നെ നമ്മളോടൊപ്പം യമനിൽ നിന്നും സാമൂഹ്യ പ്രവർത്തകൻ, മനുഷ്യാവകാശ പ്രവർത്തകൻ സാമുവൽ ജെറോം ഭാസ്കരൻ അല്പസമയത്തിനകം ചേരുമെന്നും പ്രതീക്ഷിക്കുന്നു. ദീപ ജോസഫ്, ഞാൻ ആദ്യം ദീപ ജോസഫിലേക്കാണ് വരുന്നത്. എന്തായാലും 2019 അവസാനത്തോടെ അല്ലെങ്കിൽ 2020 തുടക്കത്തോടെയൊക്കെ ഈ ഒരു വിഷയത്തിലേക്ക് ഇടപെട്ട ആളാണ് താങ്കൾ. എന്തൊക്കെ പ്രവർത്തനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്? ഹായ് പ്രവീൺ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. നമുക്ക് വളരെയേറെ കാര്യങ്ങൾ നിമിഷപ്രിയയുടെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി ചെയ്യാൻ കഴിഞ്ഞു എന്ന ഒരു ചെറിയ ആത്മവിശ്വാസമുണ്ട്. ഇനിയും ഒത്തിരി ദൂരം നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്. എങ്കിൽ കൂടെയും നിമിഷ ജയിലിലായ സമയം മുതൽ ഇടപെടാൻ കഴിഞ്ഞില്ല എങ്കിൽ പോലും 2019 അവസാനത്തോടെ 2020 എനിക്ക് കിട്ടിയ ഒരു പേപ്പർ കട്ടിങ് അനുസരിച്ചാണ് ഞാൻ നിമിഷപ്രിയയുടെ കൂടുതൽ കാര്യങ്ങൾ വാർത്തകളിൽ നിന്നും ഒക്കെ വായിച്ച് അറിഞ്ഞ് നിമിഷയുടെ അമ്മയോടും നിമിഷയുടെ ഭർത്താവിനോടും ബന്ധപ്പെട്ടതും നിമിഷയുമായിട്ട് എനിക്ക് ജയിലിലായിരിക്കും നിമിഷയുമായിട്ട് വാട്സപ്പ് വഴി ബന്ധപ്പെടാൻ കഴിഞ്ഞതും ഒക്കെ. അതിനുശേഷം ഇന്ന് നിമിഷയുടെ രണ്ടാമത്തെ ട്രയൽ ലോവർ കോർട്ടിൽ നിന്നും അതുപോലെ ഹൈക്കോടതിയിൽ നിന്നുമുള്ള വേർഡിക്റ്റ് വന്നു കഴിഞ്ഞു. രണ്ടു കോടതികളും നിമിഷയുടെ വധശിക്ഷ ശരിവെച്ചുകൊണ്ടുള്ള ഒരു ഓർഡറാണ് നമുക്കിതുവരെ കിട്ടിയിരിക്കുന്നത്. അപ്പൊ അതിനോട് ആദ്യത്തെ ട്രയൽ കോർട്ടിന്റെ വേർഡിക്റ്റ് വരുന്ന സമയത്ത് ഒരു ചെറിയ വാട്സപ്പ് ഗ്രൂപ്പ് ആയിരുന്നു ഞങ്ങളുടേത്. യമനിൽ നിന്ന് നമ്മുടെ സാമുവൽ ജെറോം ഭാസ്കരനും അതുപോലെ എംബസിയിൽ നിന്ന് 2 ഓഫീസേഴ്സും ഞാനും അടങ്ങുന്ന ഒരു ഗ്രൂപ്പായിരുന്നു അന്നുണ്ടായിരുന്നത്. നിമിഷയുടെ അപ്പീലിന് പോകുന്ന സമയത്തും ആദ്യത്തെ അപ്പീലിന് പോകുന്ന സമയത്തും ഞങ്ങൾ ഈ 4-5 പേരുടെ ഈ ഗ്രൂപ്പ് കൂടി ആലോചിച്ചാണ് നമുക്ക് അപ്പീലിന് പോകണം എന്ന്. മറ്റാരുടെയും ഒരു പരപ്രേരണയോ അല്ലെങ്കിൽ ഈവൻ അമ്മയുടെ പോലും സമ്മതമോ ചോദിക്കാതെയാണ് ഞങ്ങൾ നിമിഷയുടെ ആദ്യത്തെ വിധിക്കെതിരെ അപ്പീൽ സമർപ്പിക്കുന്നത്. അതിനുശേഷം അമ്മ സാമുവൽ ജെറോം ഭാസ്കരന് പവർ ഓഫ് അറ്റോർണി കൊടുക്കുകയും വീണ്ടും കാര്യങ്ങൾ സജീവമാക്കുകയും ചെയ്തു. അങ്ങനെ ഇരിക്കെയാണ് പെട്ടെന്ന് സേവ് നിമിഷപ്രിയ ആക്ഷൻ കമ്മിറ്റിയുടെ ഒരു ഫോർമേഷൻ. അതോടെ നമ്മുടെ കാര്യങ്ങൾ ഒന്നും കൂടെ വൈഡായിട്ട് ചെയ്യാനായിട്ട് സാധിച്ചു എന്ന് വേണം പറയാൻ. അപ്പൊ അതിന്റെ പ്രവർത്തനങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ എനിക്ക് തോന്നുന്നു JNKക്ക് നന്നായിട്ട് പറയാൻ കഴിയും. തീർച്ചയായും. എന്തായാലും JNK അദ്ദേഹം ഒരുപാട് എഫേർട്ട് ഈ ഒരു കാര്യത്തിന് വേണ്ടി എടുക്കുന്ന ഒരു കൂട്ടായ പ്രവർത്തനത്തിന് സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിലിന്റെ കൺവീനറായ JNK നേതൃത്വം കൊടുക്കുന്നു. അദ്ദേഹമാണ് നമ്മളോടൊപ്പം ചേരുന്നത്. എന്തായാലും എത്തരത്തിലാണ് പുതിയ പ്രതീക്ഷകൾ JNK? താങ്ക് യു പ്രവീൺ ജി. ആദ്യമായിട്ട് ഞങ്ങളെ കേൾക്കാൻ സന്നദ്ധത കാണിച്ച ചാനലിന്റെ പ്രവർത്തകർക്ക് നന്ദി അറിയിക്കുന്നു. സേവ് നിമിഷപ്രിയ അന്താരാഷ്ട്ര ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കുന്നത് 2020 ഓഗസ്റ്റ് അവസാനത്തോടെയാണ്. ഇത് നിമിഷപ്രിയയുടെ കേസിനെ കുറിച്ച് ലോക കേരള സഭയിലെ ചില അംഗങ്ങൾ മനസ്സിലാക്കുകയും ഈ കേസിൽ ഇടപെടണം എന്നൊരു ആഗ്രഹം കൊണ്ട് തന്നെ സമാന ചിന്താഗതിക്കാരായ ലോക കേരള സഭയുടെ അംഗങ്ങളും മീഡിയ പ്രവർത്തകരും സന്നദ്ധ പ്രവർത്തകരും അഡ്വക്കേറ്റ്സും അങ്ങനെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് താല്പര്യമുള്ള മുഴുവരെയും ഒരു പ്ലാറ്റ്ഫോമിൽ അണിനിർത്തുക എന്നുള്ളതായിരുന്നു അന്താരാഷ്ട്ര ആക്ഷൻ കൗൺസിലിന്റെ മുന്നിൽ ആദ്യമുണ്ടായിരുന്ന ഒരു ചാലഞ്ച്. അത് കൃത്യമായിട്ട് ഞങ്ങൾ നടപ്പിലാക്കുകയും ഓഗസ്റ്റ് അവസാനം സെപ്റ്റംബർ ആദ്യത്തോടുകൂടി അതിന്റെ ജനറൽ കൗൺസിൽ മീറ്റിംഗ് സംഘടിപ്പിക്കുകയും അതിനോടനുബന്ധിച്ച് തന്നെ ഈ കേസിന്റെ നിജസ്ഥിതി മനസ്സിലാക്കി 2017 മുതൽ 2020 ഓഗസ്റ്റ് അവസാനം വരെ ഈ കമ്മിറ്റി രൂപീകരിക്കുന്നവരെ നിമിഷയ്ക്ക് കിട്ടാതിരുന്ന നിയമസഹായത്തിന്റെ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ
ഈ കുട്ടിക്ക് ഒരു നിയമ സഹായം എംബസി വഴി കൊടുക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ കേസിന്റെ അവസ്ഥ ഇങ്ങനെ ആവുമായിരുന്നില്ല എന്ന തിരിച്ചറിവാണ് ഞങ്ങളെ ഒരുമിച്ച് നിർത്താൻ സജ്ജമാക്കിയത്. അതിനുശേഷം കൃത്യമായിട്ടും നാലോളം സബ് കമ്മിറ്റികൾ രൂപീകരിക്കുകയും അതിലെല്ലാം തന്നെ നിയമസഹായം ചെയ്യാൻ വേണ്ടി അഡ്വക്കേറ്റ്സിന്റെ ഒരു പാനൽ ഞങ്ങൾക്കുണ്ട്. അതുപോലെ തന്നെ മാധ്യമ രംഗത്തെ സുഹൃത്തുക്കൾ ഞങ്ങളുമായി സഹകരിക്കുന്നു. അതുകൂടാതെ തന്നെ ലോകത്തിന്റെ 50-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളാണ് ഇന്ന് ഏകദേശം 100-ലധികം സ്ഥിരം അംഗങ്ങളുള്ള ജനറൽ കൗൺസിലിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 17 മാസമായി ഞങ്ങൾ ഈ യാത്ര തുടങ്ങിയിട്ട് തീർച്ചയായിട്ടും ഞങ്ങൾ അതിന്റെ അവസാനമായ നിമിഷപ്രിയയുടെ മോചനത്തിൽ തന്നെ, വധശിക്ഷ എന്ന മോചനത്തിൽ തന്നെ എത്തിച്ചേരുമെന്ന ശുഭാപ്തി വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. തീർച്ചയായും വലിയൊരു ജനത തന്നെ നിങ്ങളുടെ ആ ഒരു കൂട്ടായ്മയ്ക്കുണ്ട്. കാരണം ഒരു നല്ല പ്രവൃത്തിയാണ്. കാരണം ഒരു ജീവൻ രക്ഷിക്കുക എന്നത് വളരെ വിലപ്പെട്ട ഒരു കാര്യം കൂടിയാണ്. പ്രത്യേകിച്ച് ഈ കോവിഡ് കാലത്തൊക്കെ ഇത്തരത്തിലുള്ള പ്രവർത്തനം ഏകോപിപ്പിച്ച് ചെയ്യുക എന്ന് പറയുന്നത് തന്നെ വളരെ വളരെ വലിയൊരു കാര്യം കൂടിയാണ് എന്ന കാര്യം കൂടി പറയാണ്. അതോടൊപ്പം ഇനി ദീപ ജോസഫിലേക്ക് തന്നെ വരുമ്പോൾ നമ്മൾ ദീപ ജോസഫ് കേൾക്കാമോ? ഇപ്പൊ ചില മീഡിയകളുടെ ഭാഗത്ത് നിന്ന് പോലും വളരെ തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നിമിഷപ്രിയയുടെ കേസുമായി ബന്ധപ്പെട്ട് വരുന്നു. അതോടൊപ്പം തന്നെ മലയാളികളിൽ ചിലരെങ്കിലും വളരെ മോശം രീതിയിലുള്ള കമന്റുകളൊക്കെ വരുന്നു. ഒരു ഘട്ടത്തിൽ കേസിനെ പോലും ബാധിക്കുന്ന രീതിയിലേക്കൊക്കെ ഇത്തരം കാര്യങ്ങളൊക്കെ കടന്നു വരുന്നു. എങ്ങനെ വിലയിരുത്തുന്നു ഈ ഒരു കാര്യങ്ങൾ? ശരിയാണ് പ്രവീൺ പറഞ്ഞത്. കാരണം ഞാൻ തുടക്കം മുതൽ ഇതിൽ എന്തെങ്കിലും ഒരു പോസിറ്റീവായിട്ടൊരു മെസ്സേജോ ഒരു വീഡിയോ ഒക്കെ ഇടുന്ന സമയത്ത് വളരെയധികം മോശമായ ഒരു സമീപനമായിരുന്നു ഇവൻ മലയാളികളുടെ പക്ഷത്തു നിന്നും നമുക്ക് ഉണ്ടായിക്കൊണ്ടിരുന്നത്. അപ്പൊ അത് ഇവര് കണ്ടറിഞ്ഞ വീഡിയോ അല്ലെങ്കിൽ മീഡിയയുടെ ഒരു സമീപനം, മീഡിയ സ്വീകരിച്ച ഒരു നയം ശരിയായില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അതുകൊണ്ടാവാം ആളുകൾ കൂടുതലായിട്ട് നിമിഷയുടെ ഈ ഒരു കേസിനോട് വളരെ വിരുദ്ധമായിട്ട്, അല്ലെ ഞങ്ങൾ നടത്തുന്ന പ്രവർത്തനങ്ങളോട് വളരെ വിപരീതമായിട്ട് ഒരു അനുഭവം ഞങ്ങൾക്ക് നേരിട്ടു. എങ്കിലും ഞങ്ങൾ സത്യം ബോധിപ്പിക്കുവാനായിട്ട് കഴിയുന്നത്ര ഈവൻ ആക്ഷൻ കൗൺസിൽ ആവട്ടെ, മറ്റ് ചാനലുകൾ ഏതാണ്ട് നിമിഷയുടെ കാര്യങ്ങൾ സത്യസന്ധമായിട്ട് മനസ്സിലാക്കിയ കുറെ ചാനലുകളും ഒക്കെ സത്യസന്ധമായിട്ട് തന്നെ നമ്മളോടൊപ്പം പ്രവർത്തിച്ചു വരുന്നത് കൊണ്ട് ആളുകളിലേക്ക് സത്യങ്ങളെ ബോധിപ്പിക്കുവാനും നിമിഷ കുറ്റക്കാരി അല്ല എന്ന ഒരു ബോധം സാമാന്യ ജനങ്ങളിൽ എത്തിക്കുവാനും ഞങ്ങൾക്ക് കഴിയുന്നു എന്ന് മനസ്സിലാക്കുന്നു. ശരി. എന്തായാലും ശ്രീ ജയനിലേക്ക് തന്നെ തിരിച്ചു വരുമ്പോൾ ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റിന്റെ ഇടപെടലിനായിട്ട് ഡൽഹി ഹൈക്കോടതിയിൽ ഒരു റിട്ട് ഫയൽ ചെയ്തിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു അറിവ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് നല്ലൊരു അനുകൂലമായ ഒരു ഓർഡർ കിട്ടി എന്നും അറിയുന്നുണ്ട്. ഇത് മുന്നോട്ടുള്ള നിമിഷപ്രിയയുടെ ജീവൻ രക്ഷിക്കാനുള്ള യാത്രയിൽ എത്രത്തോളം ഗുണം ചെയ്യും? വളരെ നല്ലൊരു ചോദ്യമാണ്. കൃത്യമായിട്ട് ഈ മാർച്ച് മാസം 7-ാം തീയതിയാണ് അപ്പീൽ കോടതിയുടെ വിധി വരുന്നത്. വിധി വധശിക്ഷ പുനഃസ്ഥാപിച്ചുകൊണ്ടുള്ള വിധിയാണ് വരുന്നത്. ആക്ഷൻ കൗൺസിലിന്റെ ലീഗൽ സെല്ലിലെ പ്രധാന അഡ്വക്കേറ്റ്സ് ആയ സുഭാഷ് ചന്ദ്രൻ, അതേപോലെ ദീപ ജോസഫ് തുടങ്ങിയ മുഴുവൻ അഡ്വക്കേറ്റ്സുമാരും ഇത്തരം കാര്യമായ നിയമസഹായം ഈ കമ്മിറ്റിക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു. അവരുടെ എല്ലാം അഭ്യർത്ഥന, അവരുടെ എല്ലാം ചിന്തയ്ക്കനുസരിച്ചിട്ടാണ് ഡൽഹി ഹൈക്കോടതിയിൽ ഞങ്ങൾ ഈ കേസ് ഫയൽ ചെയ്യുന്നത്. ഒരു റിട്ട് പെറ്റീഷൻ ഞങ്ങൾ ഫയൽ ചെയ്യുന്നത്. അത് ഫയൽ ചെയ്യുന്നത് മാർച്ച് മാസം 12-ാം തീയതി ഫയൽ ചെയ്യുകയും 13-ാം തീയതി സൺഡേയിൽ തന്നെ ആ കേസ് കോടതിയെ കൊണ്ട് എടുപ്പിക്കാൻ ഞങ്ങൾക്ക് സാധിക്കുകയും അനുകൂലമായ ഒരു വിധി നമുക്ക് സമ്പാദിക്കാൻ കഴിയുകയും ചെയ്തത് ഈ നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിന്റെ ഒരു വിജയമായിട്ട് ഞാൻ കാണുന്നു. നമ്മൾ പ്രധാനമായിട്ടും ഒരു അന്താരാഷ്ട്ര ഇടപെടൽ ഈ കാര്യത്തിൽ വേണം എന്നുള്ളതായിരുന്നു. അതായത് ഡിപ്ലോമാറ്റിക് ഇടപെടൽ, രാജ്യത്തിന്റെ ഡിപ്ലോമാറ്റിക് ഇടപെടൽ ആദ്യം കൃത്യമായിട്ടും വേണം. അതുകൂടാതെ തന്നെ യമനിൽ ഇപ്പോൾ നിലനിൽക്കുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് അവിടെ പോയി നെഗോഷിയേഷൻ, മധ്യസ്ഥ ശ്രമങ്ങൾക്കുള്ള എല്ലാ ശ്രമങ്ങളും കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാവണം എന്ന് തന്നെയാണ് ഞങ്ങളെ റിട്ട് പെറ്റീഷൻ ആവശ്യപ്പെട്ടത്. സർക്കാരും കേന്ദ്ര സർക്കാരും അതിന് തുല്യമായ ഒരു സഹകരണമാണ് വാഗ്ദാനം നൽകിയിരിക്കുന്നത്. ഞങ്ങൾ തീർത്തും ശുഭാപ്തി വിശ്വാസത്തോടെയാണ് മുന്നോട്ട് പോകുന്നത്.
ശരി ശരി. എന്തായാലും അഡ്വക്കേറ്റ് ദീപ ജോസഫിലേക്ക് തന്നെ വരുമ്പോൾ നമുക്കറിയാം നിമിഷയുടെ അമ്മ നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. എന്തായാലും ദീപ ജോസഫിലേക്ക് തന്നെ വരികയാണ്. എന്തായാലും ഒരുപാട് കാര്യങ്ങൾ ഏകോപിപ്പിച്ചിട്ടാണ് ഇത്തരത്തിലൊരു പ്രവർത്തനം നടത്തുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഒരു ജനറൽ കൗൺസിൽ നടക്കുന്നുണ്ട് അല്ലേ? ഇത്തരത്തിലുള്ള ജനറൽ കൗൺസിലൊക്കെ കൂടിയിട്ടാണോ നിങ്ങൾ എല്ലാ രാജ്യത്തിലുള്ള ആൾക്കാരെ ഏകോപിപ്പിച്ചുകൊണ്ടാണോ ഇത്തരം പ്രവർത്തനങ്ങൾ മുന്നോട്ടേക്ക് നയിക്കുന്നത്? അത് എങ്ങനെയാണ്, ഏതൊക്കെ സമയങ്ങളിലാണ് ഇത്തരം ജനറൽ കൗൺസിലൊക്കെ നടത്തുന്നത്? പ്രവീണായിട്ടും ഞങ്ങൾ കുറച്ചുപേര് എനിക്ക് തോന്നുന്നു ഒരു ജീവൻ മരണ പോരാട്ടം തന്നെയാണ് നിമിഷപ്രിയയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി നടത്തുന്നത്. ഞങ്ങൾക്ക് രാവും പകലും തിരിച്ചറിയാൻ വയ്യാത്ത വിധം പലതരത്തിലുള്ള കഴിഞ്ഞ ഒരാഴ്ച മുഴുവൻ ജയൻ കെ ഇടപ്പാൾ അദ്ദേഹം UK-യിൽ നിന്ന് അവധിക്ക് ഈ ഒരു കാര്യത്തിനായിട്ട് വന്നിട്ട് കേരളത്തിലെ ടീമിനെ മുഴുവൻ ഏകോപിപ്പിച്ചുകൊണ്ട് മുഖ്യമന്ത്രി അടക്കമുള്ള എല്ലാ മന്ത്രിമാരെയും MLA-മാരെയും അതുപോലെ തന്നെ കാണാൻ സാധ്യമായ MP-മാരെയും വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരെയും മത നേതാക്കന്മാരെയും ഒക്കെ കാണുകയും നോർക്ക റൂട്ടിന് പോലും നമ്മളുടെ ഒരു നിവേദനം സമർപ്പിക്കുകയും പറ്റുന്നിടത്തൊക്കെ അമ്മയെയും നിമിഷയുടെ മോളെയും ഭർത്താവിനെയും കൂട്ടി എല്ലാ തരത്തിലും ഏത് വാതിലിൽ മുട്ടിയാൽ ആ വാതിൽ തുറക്കും എന്ന രീതിയിലുള്ള ഒരു സമീപനമായിരുന്നു കഴിഞ്ഞ ഒരാഴ്ചയിൽ ജയൻജിയും കൂട്ടരും കേരളത്തിൽ കാഴ്ചവെച്ചത്. അതേസമയം തന്നെ സുഭാഷ് ചന്ദ്രൻ ഹൈക്കോടതിയെ സമീപിച്ചു. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ MEA മുരളീധരൻ സാറുമായിട്ട് കാണുകയും അദ്ദേഹത്തിന്റെ ഒരു ആത്മവിശ്വാസത്തോടെയുള്ള ഒരു ധൈര്യം പകരലുണ്ടായിരുന്നു. നിമിഷയ്ക്ക് എന്ത് തന്നെ വന്നാലും ശരിക്കും തീർച്ചയായിട്ടും നമ്മുടെ ഒരു രാജ്യത്തുള്ള ഒരു പൗരയാണ്, തീർച്ചയായിട്ടും അവർക്ക് വേണ്ട എല്ലാ നിയമ സഹായങ്ങളും അതുപോലെ തന്നെ ബന്ധുക്കളെ ഇവിടുന്ന് അവിടെ കൊണ്ടുപോയി കാണിക്കാനുള്ള സൗകര്യങ്ങളും യമനിലേക്ക് നിങ്ങൾക്കറിയാവുന്നതുപോലെ യാത്രാ സൗകര്യങ്ങളൊക്കെ ബാൻ ചെയ്തിരിക്കുന്ന ഒരു രാജ്യമാണ്. അവിടെ സർക്കാരോ അല്ലെ അങ്ങനെയുള്ള ഒരു സംവിധാനങ്ങളോ ഇല്ലാത്തൊരവസ്ഥയിൽ പോലും സർക്കാർ നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് അതുപോലെ തന്നെ കേരള ഗവൺമെന്റും സാധ്യമായ എല്ലാ സഹായങ്ങളും ചെയ്തു തരും, നിമിഷയെ രക്ഷിക്കും എന്നൊരു ഉറപ്പാണ് മുരളീധരൻ സാർ നമുക്ക് തന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ MP-മാരായ ഡീൻ കുര്യാക്കോസ്, അതുപോലെ രമ്യ ഹരിദാസ് ജി, നമ്മുടെ ജോൺ ബ്രിട്ടാസ് ജി, ഇവരൊക്കെ അവർ രീതികളിൽ MEA-ക്ക് ലെറ്റർ എഴുതുകയും ജയശങ്കർജിക്ക് നേരിട്ട് തന്നെ കത്തുകൾ എഴുതി ഇവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കണം. അതുപോലെ പാർലമെന്റിൽ പോലും ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുവാൻ അവർക്കായി എന്നത് വളരെ സന്തോഷം തരുന്നല്ല, ഞങ്ങൾക്ക് കൂടുതൽ ഊർജം പകരുന്ന കാര്യങ്ങളാണ്. നമ്മൾ ഓരോ ദിവസവും ഓരോ നേതാക്കന്മാരെയും അല്ലെങ്കിൽ ഡൽഹിയിലാണെങ്കിൽ പോലും ഓരോ ഓഫീസേഴ്സിനെ കാണുകയും സുരേഷ് ഗോപിയെ കാണാൻ കഴിഞ്ഞിരുന്നു. അദ്ദേഹവും പറയുന്നത് തീർച്ചയായിട്ടും ഗവൺമെന്റ് വേണ്ട രീതിയിൽ കാര്യങ്ങൾ ചെയ്തു തരും എന്ന് തന്നെയാണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് വേണ്ട എല്ലാ ഊർജം പകർന്നു തരുന്നതും നമ്മുടെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ പ്രിയപ്പെട്ട നേതാക്കന്മാരും മന്ത്രിമാരും ഈ സർക്കാരും ഒക്കെ ഞങ്ങൾക്ക് കൂടുതൽ ഊർജം പകർന്നു തരുന്നുണ്ട്. അപ്പൊ ഇനി ഞങ്ങൾക്ക് വേണ്ടത് എങ്ങനെ ഈ ഫണ്ട് ഇവിടെ സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിലിന്റെ ഒരു അക്കൗണ്ട് അതിലേക്ക് വരാം. അതിന് മുൻപായിട്ട് ഇപ്പോൾ നമ്മളോടൊപ്പം 2017 മുതൽ നിമിഷപ്രിയയ്ക്ക് യമനിൽ എല്ലാവിധ സഹായങ്ങളും അല്ലെങ്കിൽ നിമിഷപ്രിയയുടെ മോചനത്തിനായി പോരാടിക്കൊണ്ടിരിക്കുന്ന മനുഷ്യാവകാശ പ്രവർത്തകൻ സാമുവൽ ജെറോം ഭാസ്കരൻ നമ്മളോടൊപ്പം ഇപ്പോൾ ചേർന്നിട്ടുണ്ട്. ഇനി അദ്ദേഹത്തോട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. വെൽക്കം ടു ദ ഷോ മിസ്റ്റർ സാമുവൽ ജെറോം ഭാസ്കർ. My first question is, what have you been able to do for Nimishapriya since 2017? Hello, Mr. Praveen. Thank you for your questions. I would like to give a comprehensive answer to your questions. Your first question, the question is, what happened since 2017? Nimisha's case was all over WhatsApp and everywhere within Yemen. So at that time, it was a very embarrassing situation, and then we heard the news that she was arrested and taken to Marib jail. So, that's that. Then everybody forgot about it. One day, I got a call from a social worker, Yemeni social worker in Yemen from Marib, and she said that, Mr. Sam, we got your number. Can you please do something to save Nimisha? I said, what should I do? She said, ensure that she gets into a legal process. So I said, legal process means what legal process? They said Sana legal process, because Sana is the capital and all the courts are here. So at that time, since I was a key member in
Operation Rahat, I was in touch with General V.K. Singh. So I sent a message to General V.K. Singh. So he immediately actually called me on WhatsApp. He said, Sam, what should we do? I said, write a letter. We have to write a letter to the Foreign Ministry of North, telling them this lady was going to be taken to the place where Swadi, where the place this happened. There are no courts, and it's all tribal, and there was a very possibility that she could have got killed. So immediately the embassy wrote a letter to the foreign ministry, and she was transferred from Al Baida to Sana. So this is where the real legal process started from it. So then on, I was, I had gone to news channels, and I tried to bring up this thing through media in India, and also through the systems here, just to get a lawyer appointed for her. But then there was no lawyer appointed for her at the first court. So that is the lower court. I mean, actually, you have to understand, she's being tried in the criminal court. The criminal court is not normally Indian criminal court. This is the criminal court for terrorists and very high crimes court. So first of all, we did not, we did not agree. I mean, I personally did not agree for this court, because this is whatever has happened. It's a murder case, should not be tried here. But then we didn't have a lawyer. So the lawyer fees were exorbitantly high, and I tried my best, and everybody was reluctant to pay for this. So the lower court judgment came, with the capital punishment. Then that is when this picked up again. Then it started picking up. And then our embassy appointed a lawyer. By the time there was a Save Nimisha committee that was formed, and then the appeals court procedure started. In the appeals court, primarily the lawyer came up with that she didn't have any, the legal processes, not the legal processes, the rights was not given. She didn't have a lawyer, she didn't have a translator, and all those things. But then finally, the appeals court also agreed with the lower court verdict. But there is a difference here. In the lower court, there were 3 death sentences given. One is killing, disfiguring, and the right of God, something like that, right of God, that she cannot be pardoned at all. But in the appeals court, the judge removed that right of God. He removed. So what opens now? This opens for blood money negotiations. Okay. Now, let's talk about the legal process. The other option available with us is, is Supreme Court. Supreme Court, again, is not like the Supreme Court of India. Here, the Supreme Court will only review the legal processes that has been done. And in Nimisha's case, it is fairly, the legal process has been done, because in the appeals court here, she had a lawyer, and everything was as per the legal. So Supreme Court does very, 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 very rarely there has been a Supreme Court judgment overturned. The Supreme Court coming in and overturning the lower court or appeals court's judgment, unless they see a great flaw in the legal processes and all those, which is fairly. We can say that, given to the circumstances, it is fairly good in Nimisha's case. So this is the situation where we are in. And day before yesterday, the lawyer and we had sat down, and here, to appeal for the Supreme Court, you need to have within 40 days of the judgment, you have to appeal for the 40 days. Now within 40 days, we need to make the appeal, but that can be only done after the printed version of the judgment copy comes in hand. But the printed version of the judgment copy, we have not received it. So there is a legal process called filing a negative certificate. Day before yesterday, the lawyer has already prepared the negative certificate, and he will be submitting to the court for the appeal process of the Supreme Court. What is the advantage here? The advantage is here, though mostly we know the outcome of the Supreme Court. Now this gives us time. The execution will be stopped, and until the legal process is completed. Okay. Trial court and Supreme Court judgment came. Another hope is to appeal to the Supreme Court. How do you intend to take such action forward by
connecting the Indian embassy and Yemen embassies? Okay, Mr. Praveen. Now let's come to the second question. Now you're talking about you're asking what is the legal process that has happened, and what is the government, Indian government and Yemeni government, involvement in this. Now let me clarify it from the beginning. So actually, the legal processes did not start until the Indian government got involved. You need to understand, she was kept in a place called Marib, which is in the south, which is the approved government place. From there, she has to be brought to Sana'a. Now, this is a big process. So the family of the victim, they took all the initiative to make this happen. And from Marib, she was taken to Al Baida. You know, Al Baida is a governorate capital where this crime happened. So what has actually transpired here is, if the trial process would have happened in Al Baida or something, even there will be total tribal influence and she could have been executed. And the day when she was being transferred from Marib to Al Baida, I got a call from a Yemeni social worker. And she asked me, "Are you Samuel?" I said, "Yes, I'm Samuel." And she told me that she's being taken to Al Baida. And there is a very possibility that she couldn't be executed. I asked her, what should I do for it? She said, ask your government to get involved and take her to the legal processes. So at that time, I was in touch with General V.K. Singh because I was a key member of the Operations Rahat. So I asked General V.K. Singh, I sent him a WhatsApp message that I need an immediate intervention. That time he was the Minister of State for External Affairs. He immediately actually called me. He said, "Sam, what should we do?" He said, "Nothing, just instruct the embassy to write note verbal to the northern government that due legal processes should be done." So on the same day, the letter was done. Actually, from Djibouti, the letter was done on the same day. The next day, it was submitted to the authorities, foreign ministry here, and because the foreign ministry is the foreign minister, the ambassador for the foreign ministry is a very good person. He's a very helpful person. I spoke to him personally. He said immediately he called Al Baida, and she was brought from Al Baida to Sana'a. That is when the legal processes started. So initially, it could have been finished in Al Baida, but then the legal processes started. When the legal processes started, then I was very much involved in convincing people. Then I asked her to write a letter of her case, and then we published it in papers and newspaper. We put some kind of pressure, but as a matter of fact, we should say that nobody came forward to appoint a lawyer. See, if there was a lawyer would have been appointed in the lower court, this case outcome would have been very different. Because finally, her confession in the lower court is what is now standing against her. Anyway, nevertheless, there is nothing to talk about it right now. So she was not having any lawyer. But towards the end of the trial, the Yemen government appointed a lawyer for it. And the government lawyer just comes only for the show, and he just goes up. Though the local officials of the embassy, the Yemeni officials of the embassy, and we started influencing him. We went and spoke with him, and he said, "This is what I can do. There is nothing more that I can do." He was also right on his part. So then the judgment came from the lower court. When the judgment came, that is when this picked up very, it picked up pace, and it went viral and all those things. And there is, as a matter of fact, initially there was one Mr. Balachandran who was very helpful to bring this case up to the public. And then there is one Miss Deepa. Miss Deepa, she's a lawyer, and she's now totally into this case. She's she spends, I don't know how much time, and even in the middle of the night, she communicates with me and all those things. So she's totally into this case too. So and the effort of the Save Nimisha Council. So then there is something called Save Nimisha Council. So actually, it is after the formation of the Save Nimisha Council, they appointed a lawyer. The government appointed a lawyer for Nimisha. So that was in the appeals court. So then we filed the appeals court, and the appeals court, the trial was running. And finally, now we know the judgment came. So
the appeals court confirmed the lower court judgment. There are two very important things that we need to know. The option moving forward, we have Supreme Court appeal. I'll talk about it in a while, but then I also want to talk about this judgments. So in the lower court, there were 3 death sentences given to her. 3 death sentences given to her. One is killing, disfiguring, and third one is act of God. So in the lower, as per the lower court judgment, even if there was any blood money negotiations or anything, she cannot be pardoned. She has to be executed. You need to understand that. So, but now the appeals court, that one thing has been removed. That now there are only 2 death sentences, that is killing and disfiguring. That is the only thing. So what is the implication? Now, if we start blood money negotiations, then probably there is if blood money negotiations is not how much you give money and how much I take. No, it is asking pardon to the family. You need to understand. People should understand that. So, I mean, it is not like a legal system. Here you go and accept to them that yes, we have done, we are sorry, and please accept our apologies. And this is the tribal tradition. This is the basic. So people think, oh, blood money, or 2 people will sit in a table. No, it is not like that. Absolutely, that will not come, and it's a big shame for the Yemeni people to accept money and pardon. So you need to understand them. So the whole family has to convince the tribe. Everybody will be involved. The whole tribe will be involved, and this is the process of the blood money. Now that given to the appeals court has now confirmed the thing. Now there is a window of opportunity for us to talk to the family, the tribes, and that's the tribal process can start. The second thing which I was to say is the Supreme Court appeal. The Supreme Court appeal has to be done within 40 days, and our lawyer is working on it. And 40 days from the date of the pronouncement of the judgment. Now, there is another important thing that is required for the appeal process. You need to have a printed judgment copy. The printed judgment copy has not come. So there is another legal process, which is called filing a negative certificate. Day before yesterday, our lawyer has already filed, he already prepared the negative certificate, and he will file it so that the process of the Supreme Court will go on. We need to understand something, how the Supreme Court works in Yemen. Supreme Court does not do a review trial. So this should be very clearly understood. What they do is they only review the processes that has the legal processes that has been happened in the lower court and the trial court, which in Nimisha's case, which very fairly done. So there is very little chance. Very little chance that the judgment would be overturned. So we need to understand that. So they don't give us an opportunity to argue or something. It's more legal review. What will be done in the Supreme Court. Meanwhile, the Yemeni, I have to say there is a very big involvement of the government of India. Now the current ambassador, Mr. Chandramouli, is so he follows me almost every day. He calls, Sam, what is happening? Sam, what is happening? This is what he follows up, and whatever is possibility that they are doing it. But now there is some other legal issues that is coming up, because I think so Save Nimisha committee is now collecting the money. The process of sending the money to Yemen or to Djibouti, that is a process, and I think so people are working on it, and it should be fairly done. We are now in a stage where we will now we are already lined up with the 2 sheikhs. One is the sheikh from their family, the sheikh of their family, their ancestral place. Then the sheikh of the place where the crime was committed. Both sheikhs have gracefully accepted to come in to assist us for negotiations. So these trials will start. Okay, my last question is, the High Court verdict has the ultimate in blood money. The account for blood money has been opened in Kerala. Therefore, there is a very big question, how to get blood money to Yemen. So this is a process now. There is an issue about this thing because of the central government. The Reserve Bank
Reserve Bank, what I said, the methodologies or their restrictions and all those things. And I think so the government can give exemptions, exclusive exemptions, which we will try. We will definitely try. And I think so that should not be an hurdle. I don't think that will be an hurdle, because the ambassador is so positive, and we will ask the ambassador to work on it. And likewise, our government in India also, they want to find a resolution for this. The government of Kerala, actually, they are getting, they are very forcefully getting involved into that. So the government of Kerala, government of India, then here local our embassy. So I think so this can be fairly done. There should be no issues. Okay. Thank you, Mr. Samuel Jerome Bhaskar, connecting with us. Thank you very much. Thank you so much, Mr. Praveen, and I just thank BMC Live so that you were able to take up this interview. And we need to all, whatever we have to understand that we are fighting for the life of an innocent person. And in a country like Yemen, you know how difficult it is. So we want to thank one more time for BMC for giving this opportunity to bring up this case. Thank you. Thank you. അപ്പോൾ ഇത്രയും സമയം നമ്മളോടൊപ്പം ഈ ഒരു നിമിഷപ്രിയ വിഷയത്തിൽ സംസാരിച്ചത് 2017 കാലഘട്ടം മുതൽ തന്നെ നിമിഷപ്രിയയുടെ മോചനത്തിനായി യമനിൽ നിന്നും പോരാടിക്കൊണ്ടിരിക്കുന്ന മനുഷ്യാവകാശ പ്രവർത്തകൻ സാമുവൽ ജെറോം ഭാസ്കരനാണ്. എന്തായാലും സാമുവൽ ജെറോം ഭാസ്കരൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. നിങ്ങളെല്ലാവരും ഒരുമിച്ച് തന്നെയാണ് നിമിഷപ്രിയയുടെ മോചനത്തിനായി പോരാടിക്കൊണ്ടിരിക്കുന്നത്. അതിന് എല്ലാവിധത്തിലുള്ള അഭിനന്ദനങ്ങളും പറയുകയാണ്. കേരളത്തിലെ ഒരു ആൾ അവിടെ പോയി പെട്ട് ഇത്തരത്തിലൊരു പ്രശ്നങ്ങളൊക്കെ പെടുമ്പോൾ അതിനെ സഹായിക്കാനുള്ള ഒരു കൂട്ടായ്മയൊക്കെ ഉണ്ടാക്കി, എന്താ പറയുക, ലോക ശ്രദ്ധ തന്നെ നിങ്ങളിലേക്ക് എത്തിയിരിക്കുന്ന ഒരു സമയം. അതിന് അഭിനന്ദനങ്ങൾ അറിയിക്കാതെ വയ്യ. നിങ്ങളുടെ ലക്ഷ്യം പൂർത്തിയാകട്ടെ എന്ന് തന്നെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അതോടൊപ്പം ഇനി ശ്രീ ജയചന്ദ്രനിലേക്ക് തന്നെ തിരിച്ചു വരുമ്പോൾ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ഇപ്പോൾ നേരത്തെ ദീപ ജോസഫ് പറഞ്ഞതുപോലെ മറ്റുള്ള എല്ലാവരുടെയും, ഇപ്പം നിമിഷപ്രിയയുടെ അമ്മ തന്നെ മുഖ്യമന്ത്രിയെ കണ്ടിട്ടുണ്ട്, അതോടൊപ്പം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ വി ഡി സതീശനെ കണ്ടിട്ടുണ്ട്, അതുപോലെ രാഷ്ട്രീയക്കാർ, അതോടൊപ്പം പല മേഖലയിലുള്ള ആൾക്കാരൊക്കെ സഹായിക്കാനായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. അത്തരത്തിൽ ആരെങ്കിലും എതിർപ്പ് കാര്യങ്ങൾ, അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും പ്രകടിപ്പിച്ചിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. ഇത്തരം ഒരു കാര്യമായതുകൊണ്ട് എങ്ങനെയാണ് ഇവരിൽ നിന്നുള്ള സമീപനങ്ങളൊക്കെ ജയചന്ദ്രൻ എന്ന് പറഞ്ഞ വ്യക്തിക്ക് എങ്ങനെയുണ്ടായിരിക്കുന്നത് ഈ വിഷയത്തിൽ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരള നിയമസഭ ചേരുന്ന അവസരത്തിലാണ് നിമിഷപ്രിയ അന്താരാഷ്ട്ര ആക്ഷൻ കൗൺസിലിന്റെ പ്രതിനിധികളും നിമിഷപ്രിയയുടെ കുടുംബവും, അമ്മയും മകളും അതേപോലെ ഭർത്താവും അടങ്ങുന്ന കുടുംബം നിയമസഭാ മേഖലയിലെത്തുകയും ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി സാറെ കാണുകയും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ, അതുപോലെ തന്നെ രമേശ് ചെന്നിത്തല സാറ്, ഉമ്മൻചാണ്ടി സാറ് മുതലായ മുതിർന്ന എല്ലാ നേതാക്കളെയും, പറ്റുന്നത്ര മുഴുവൻ നേതാക്കളെയും ഞങ്ങൾ നിയമസഭാ മന്ദിരത്തിൽ നിന്നുകൊണ്ട് തന്നെ കാണാൻ ശ്രമിക്കുകയും അവർക്കെല്ലാം നിവേദനങ്ങൾ കൊടുക്കുകയും ചെയ്തു. ഏറ്റവും സ്വാഗതാർഹമായ ഒരു കാര്യം എന്ന് പറയുന്നത് പ്രധാനമായും എല്ലാ നമ്മളുടെ ജനപ്രതിനിധികളും എല്ലാവരും തന്നെ വളരെ സീരിയസ് ആയിട്ടാണ് വിഷയം കാണുന്നത് എന്നും അവരെ കൊണ്ട് കഴിയുന്നത്ര എല്ലാവിധ സഹായങ്ങളും ആ സമയത്ത് നിന്നുകൊണ്ട് തന്നെ, നിയമസഭ ചേരുന്ന അവസരം നിങ്ങൾക്ക് ആലോചിച്ചറിയാം, തിരക്ക് പിടിച്ച സമയത്തിനിടയിൽ ഞങ്ങൾക്ക് സമയം അനുവദിച്ചെന്ന് ഞങ്ങളോടൊപ്പം സമയം ചെലവഴിച്ച് ഞങ്ങൾക്ക് വേണ്ട ഉറപ്പ് തന്നിട്ടാണ് നിമിഷപ്രിയയുടെ അമ്മയും മോളെയും അവരെല്ലാം തന്നെ യാത്രയാക്കിയത്. അതിലുപരി അവിടെ ഞങ്ങൾക്ക് നൽകിയ മാധ്യമ പ്രവർത്തകരുടെ സപ്പോർട്ട്, ഞങ്ങൾ നിയമസഭാ മന്ദിരം കഴിഞ്ഞ് പുറത്തേക്ക് വരുമ്പോൾ മാധ്യമ സുഹൃത്തുക്കൾ ഞങ്ങളോട് ചോദിച്ച കാര്യങ്ങളും അതിന് മീഡിയ കവറേജിലെ മീഡിയയിലെ ഭാഗത്ത് നിന്നിട്ട് നടത്തിയ സഹകരണങ്ങൾ, പ്രത്യേകിച്ച് ഞങ്ങൾ തീർച്ചയായിട്ടും വളരെ സ്നേഹത്തോടു കൂടി ആ ചെയ്ത കാര്യങ്ങൾക്ക് നന്ദി അനുസ്മരിക്കുന്നു. ശരി, എന്തായാലും പറയൂ. അല്ല, തുടർന്ന് ഞങ്ങള് അതിനുശേഷമാണ് ഞങ്ങള് ചില നേതാക്കന്മാരെ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞില്ല. അതിന്റെ ഭാഗമായിട്ട് ഞങ്ങള് മലപ്പുറം ജില്ലയിലെ പാണക്കാട് ശ്രീ നമ്മളെ ബഹുമാനപ്പെട്ട തങ്ങൾമാരെ കാണുന്നതിന് വേണ്ടിയിട്ടും കുഞ്ഞാലിക്കുട്ടി സാറിനെ കാണുന്നതിന് വേണ്ടിയിട്ടും ഞങ്ങൾ പോവുകയും അവിടെ വെച്ചിട്ട് ഞങ്ങൾ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രൻജിയെ കാണുകയും നിവേദനങ്ങളെല്ലാം തന്നെ ഞങ്ങൾ സമർപ്പിക്കുകയും ചെയ്തു. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരുടെയും വളരെയധികം ശ്ലാഘനീയമായ സമീപനമാണ് ഈ വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നത്. തുടർന്ന് കണ്ണൂരിൽ പോയി CPMന്റെ സംസ്ഥാന സെക്രട്ടറി സഖാവ് കൊടിയേരി ബാലകൃഷ്ണൻ സാറിനെ കാണുകയും ഞങ്ങളുടെ നിവേദനം, അമ്മയും മകളും ചേർന്നുള്ള നിവേദനം നൽകുകയും അത് ഒട്ടനവധി മീഡിയകളിൽ, അതുപോലെ തന്നെ പാണക്കാട്
തങ്ങൾ സാറുമാർ നൽകിയ അനുകമ്പാപൂർണമായ സഹകരണം എല്ലാം തന്നെ മീഡിയയിലൊക്കെ വലിയ കവറേജിലൂടെ വരാനും കഴിഞ്ഞത് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിന്റെ പ്രവർത്തനത്തിന് കേരള ജനത, കേരളത്തിലെ പൊതുസമൂഹം നൽകുന്ന ഒരു പ്രശംസയാണ് എന്ന് ഞങ്ങൾ കരുതുന്നു. ശരി, എന്തായാലും ദീപാജി, അല്പസമയങ്ങൾക്ക് മുൻപ് നമ്മളോടൊപ്പം സാമുവൽ ജെറോം ഭാസ്കരൻ, യമനിലെ മനുഷ്യാവകാശ പ്രവർത്തകൻ, നിമിഷപ്രിയയ്ക്ക് വേണ്ടി ആദ്യം മുതലേ പോരാടിക്കൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ചില വാക്കുകളിൽ ചില ക്ലാരിഫിക്കേഷൻ വരുത്താനുണ്ട്. എനിക്കൊരു പക്ഷേ തോന്നുന്നു ദീപാജിക്ക് അത് കൂടുതലായിട്ട് പറയാൻ കഴിയും. ഈ ഒരു ബ്ലഡ് മണിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അദ്ദേഹം സംസാരിച്ചിട്ടുണ്ടായി. അപ്പോൾ കേരളത്തിലാണ് ഈ ഒരു ബ്ലഡ് മണിക്കായിട്ടുള്ള അക്കൗണ്ട് രൂപീകരിച്ചത്. വലിയൊരു വെല്ലുവിളിയാണ് ആ ഒരു പൈസ അല്ലെങ്കിൽ ബ്ലഡ് മണി അവിടെ എത്തിക്കുക എന്നുള്ളത്. അത്തരം പ്രവർത്തനങ്ങൾ നേരത്തെ പറഞ്ഞ് നിർത്തിയ ഒരു കാര്യമാണ് ദീപ ജോസഫ്. അത് എങ്ങനെയാണ് ബാക്കിയുള്ള പ്രവർത്തനങ്ങൾ? പ്രവീൺ, അത് നമ്മൾ ചെയ്യുന്നത് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തു കേരളത്തില്. അത് നമ്മുടെ MLA അടക്കമുള്ള ആൾക്കാരുടെ പേരിലാണ്. ഒരു മൂന്ന് പേരുടെ ഒരു കൂട്ടായിട്ടുള്ള ഒരു രീതിയിലാണ് നമ്മൾ അക്കൗണ്ട്, കറണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അപ്പോ നിമിഷയുടെ ആദ്യം നമ്മൾക്ക് വേണ്ടത് നിമിഷയുടെ ഒരു നെഗോഷിയേഷൻ നടക്കണം. കാരണം ജഡ്ജ്മെന്റിൽ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. അഥവാ ഈ കാര്യത്തിൽ ഫാമിലിയുമായിട്ട് ചേർന്ന് ഫാമിലി നിമിഷയ്ക്ക് പാടൻ കൊടുക്കുമെങ്കിൽ, അല്ലെങ്കിൽ അവൾക്ക് മാപ്പ് കൊടുക്കുമെങ്കിൽ, തീർച്ചയായിട്ടും ഫാമിലിയുമായിട്ട് ചേർന്ന് നിങ്ങളൊരു നെഗോഷിയേഷൻ നടത്തി ആ ബ്ലഡ് മണി ഫാമിലിക്ക് കൊടുത്താൽ, അക്സെപ്റ്റ് ചെയ്താൽ നിമിഷയ്ക്ക് രക്ഷപ്പെടാം എന്ന ഒരു ക്ലോസ് ജഡ്ജ്മെന്റിലുള്ളതാണ് നമ്മൾക്ക് ഒരു പ്രതീക്ഷ നൽകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് നെഗോഷിയേഷൻ നടത്താനുള്ള പണം കണ്ടുപിടിക്കുക എന്നതാണ് ഇപ്പോൾ സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിലിന്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം. ആ ഒരു നെഗോഷിയേഷന് വേണ്ടിയിട്ട് ഏതാണ്ട് തുടക്കത്തിൽ തന്നെ നമുക്കൊരു 40 ലക്ഷം രൂപയോളം അതിന്റെ ഇനീഷ്യൽ എക്സ്പെൻസ് ആയിട്ട് നമുക്കത് കണ്ടെത്തുക എന്നുള്ളതാണ് ഇപ്പോൾ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. ആ ഫണ്ട് യമനിൽ എത്തിക്കാനുള്ള സഹായം കേന്ദ്ര ഗവൺമെന്റ് വാഗ്ദാനം ചെയ്തതുപോലെ എംബസിയുമായിട്ട് ബന്ധപ്പെട്ട് അതിനുവേണ്ട പരിഹാരം അവർ കണ്ടെത്തും എന്നാണ് നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന ഇൻഫർമേഷൻ. അതനുസരിച്ച് നമ്മൾ കാര്യങ്ങൾ മുമ്പോട്ട് നോക്കിക്കൊണ്ടു പോകുന്നു. ശരി. എന്തായാലും ഇനി നമ്മളോടൊപ്പം ചേരുന്നത് നിമിഷപ്രിയയുടെ അമ്മയായ പ്രേമകുമാരിയാണ്. ദീപ ജോസഫ്, ഞാനൊരു കാര്യം കൂടെ ചോദിച്ചോട്ടെ? കാരണം അവരൊരു സാധാരണ വീട്ടുജോലിയൊക്കെ ചെയ്തിട്ടാണ് ഇപ്പോൾ ജീവിക്കുന്നത്, അല്ലേ? അതെ. ഈ മകൾക്ക് എത്ര പ്രായമുണ്ട്, നിമിഷപ്രിയയുടെ മകൾക്ക്? ചോദ്യം എന്നോടാണോ അതോ അമ്മയോടാണോ? അതെ, അല്ല, ദീപ ജോസഫിനോടാണ്. നിമിഷയ്ക്ക് എന്റെ കണക്കിൽ ഒരു 35 വയസ്സ് നിമിഷയ്ക്ക് ഉണ്ടാവും. മകളുടെ പ്രായം നിമിഷയുടെ മകൾക്ക് 8 വയസ്സിന് മുകളിലുണ്ട്. മകളോട് സംസാരിച്ചിരുന്നോ? മകള് പറയാറുണ്ട്. അവൾ ആദ്യകാലത്തൊക്കെ സംസാരിക്കുമ്പോൾ എന്റെ അമ്മ എന്നാണോ എനിക്ക് പാവ കൊണ്ടുവരിക, ഉടുപ്പ് കൊണ്ടുവരിക എന്നൊക്കെ ഉള്ള ഒരു ചോദ്യമായിരുന്നു അവൾ ചോദിച്ചിരുന്നത്. പിന്നീട് അവള് കുറച്ചുകൂടെ പക്വതയായി. ഇപ്പോൾ അവള് ഏത് നേതാക്കന്മാരെ കണ്ടാലും ആരെ കണ്ടാലും കൈകൂപ്പി നിന്ന് എന്റെ അമ്മയെ രക്ഷിക്കണേ, എന്റെ അമ്മയെ എനിക്ക് മടക്കി തരണമേ എന്ന ഒരു റിക്വസ്റ്റ് മാത്രമാണ് അവൾ പറയാറ്. അതാണ് ഞങ്ങളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നതും ഒരമ്മയായ എനിക്ക് ഏറ്റവും കൂടുതൽ സങ്കടമുണ്ടാക്കുന്നതും അവളുടെ ആ ഒരു അഭ്യർത്ഥനയാണ്. കാരണം പെറ്റതള്ളയെ കണ്ട ഓർമ്മയില്ലാത്ത ഒരു കുട്ടി പെറ്റതള്ളയുടെ സ്വാന്തനവും ആശ്വാസവും ഒക്കെ ഏറ്റ് ഒരമ്മയുടെ മാറോട് ചേർന്ന് വളരേണ്ട ഒരു പെൺകുട്ടി നാട് നീളെ കൈകൂപ്പി എന്റെ അമ്മയെ മടക്കി തരുമോ നിങ്ങൾ? അവൾക്ക് തന്നെ അറിയില്ല. ആരോട് ചോദിച്ചാൽ അവളുടെ അമ്മ മടക്കി വരും അല്ലെ മടങ്ങി കിട്ടുമെന്ന് അറിയത്തില്ലാത്ത ആ കുട്ടിയുടെ ആ എട്ടും പൊട്ടും തിരിയാത്ത ആ ബാലികയാണ് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് നിമിഷയെ ജീവനോടെ മകളുടെ കയ്യിൽ കൊടുക്കാനുള്ള ഒരു പ്രേരണയും. അതുകൊണ്ട് തന്നെയാണ് വളരെ ആർജവത്തോടെ തന്നെ സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ കൗൺസിൽ എങ്ങനെയെങ്കിലും ഏത് വിധേനയും ആ ബ്ലഡ് മണി സ്വരൂപിച്ചിട്ട് ഞങ്ങൾ വാഗ്ദാനം ചെയ്തതുപോലെ മകൾക്ക് അമ്മയെ കൊടുക്കാനുള്ള ഒരു തത്രപ്പാട് നടത്തുന്നത്. അതുപോലെ തീർച്ചയായിട്ടും ഈ മകളെ ലഭിക്കേണ്ട ഒരു അമ്മയുണ്ട്. നിമിഷപ്രിയയുടെ അമ്മ പ്രേമകുമാരി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. വളരെ എന്താ പറയുക, ഒരു സങ്കടമുള്ള ഒരു അവസ്ഥയാണ്. എങ്കിലും
ഈ ഒരു മോചനത്തിൻ്റെ ഭാഗമായിട്ടാണ് എനിക്കും അമ്മയെ വിളിക്കേണ്ടി വന്നത്. ഈ ഒരു സാഹചര്യത്തെ ഓർത്ത് ഞാൻ ഏറെ ദുഃഖിക്കുന്നു. എന്നാലും സന്തോഷത്തിൻ്റെ ഒരു പ്രതീക്ഷയുടെ പുതിയ ഒരു പുലരി ഉണ്ടാകുമെന്ന, ഇവരുടെയൊക്കെ കൂട്ടായ്മയിൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ ഈ വാക്കുകൾ മുറിഞ്ഞു പോകുന്ന സമയത്ത് പോലും അമ്മയോട് ഒരു കാര്യം ചോദിക്കുകയാണ്. അമ്മ മകളുമായിട്ട് സംസാരിക്കാറുണ്ടോ? സംസാരിക്കാറുണ്ട്. മകള് എന്താണ് പറയുന്നത്? കുറച്ചുനേരം സംസാരിച്ചായിരുന്നു. അതെ, മകൾ എന്താണ് പറയുന്നത്? മകൾക്ക് ധൈര്യം കൊടുക്കുന്ന വാക്കുകളല്ലേ അമ്മ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? ധൈര്യമായിട്ടിരിക്കും, ഞാൻ നിന്റെ അടുത്തേക്ക് വരുന്നുണ്ട്, പാസ്പോർട്ടൊക്കെ ശരിയാക്കി ഞാൻ വരാം. മകളുടെ മാനസികാവസ്ഥ സ്വാഭാവികമായിട്ട് നമുക്ക് മനസ്സിലാകുമെങ്കിലും അമ്മയോട് കൂടുതൽ കാര്യങ്ങൾ ചോദിക്കുന്നതിന് എനിക്കും ബുദ്ധിമുട്ടുണ്ട്. കാരണം എൻ്റെയും വാക്കുകൾ മുറിഞ്ഞു പോവുകയാണ്. എന്തായാലും എപ്പോഴാണ് ഇപ്പം അടുത്ത ദിവസങ്ങളിലൊക്കെ സംസാരിച്ചിരുന്നു അമ്മ? ഇപ്പോ 2 ദിവസം മുമ്പ് സംസാരിച്ചിരുന്നു. നിമിഷയുടെ മകളുമായിട്ട് സംസാരിക്കാറുണ്ടോ? നിമിഷ സംസാരിക്കുന്നുണ്ടോ? അപ്പോൾ മകളോട് പറയുമ്പോഴൊക്കെ നിമിഷയ്ക്ക് അമ്മ എന്ന രീതിയിൽ നമുക്ക് പറയാം, എനിക്ക് ചോദിക്കാൻ പറ്റുന്നില്ല ചില കാര്യങ്ങൾ. അതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ എൻ്റെയും വാക്കുകൾ മുറിഞ്ഞു പോവാണ്. മകളെ എങ്ങനെയാണ് സമാശ്വസിപ്പിക്കാനൊക്കെ അമ്മയ്ക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകുന്നൊരവസ്ഥയാണെന്നറിയാം. എങ്കിലും മകളോട് എന്തെങ്കിലും, മകൾക്കിപ്പോൾ തിരിച്ചറിവിൻ്റെ ഒരു കാലം കൂടിയാണ്, മകൾക്കെല്ലാം അറിയാം. അപ്പോൾ നമ്മളിപ്പോൾ എനിക്ക് സത്യത്തിൽ വാക്കുകൾ മുറിഞ്ഞു പോവാണ്. എങ്ങനെയാണ് നാട്ടിൽ നിന്നുള്ള ആളുകളുടെ സഹകരണങ്ങളൊക്കെ എങ്ങനെയാണ് ഇപ്പോൾ? എല്ലാവരും തന്നെ പ്രാർത്ഥിക്കുകയാണ് നമ്മളെ രക്ഷിച്ചു കൊണ്ടുവരാൻ വേണ്ടി. ഞാൻ എന്തായാലും ഈ ഒരു മാനസികാവസ്ഥയിൽ അമ്മയോട് കൂടുതലായിട്ടൊന്നും ചോദിക്കുന്നില്ല. കാരണം നമുക്കൊരു ചർച്ച എന്നതിലപ്പുറം ഒരു മാനസികമായ പരിഗണന കൂടിയുണ്ട്. എങ്കിലും അമ്മയ്ക്ക് ഈ സമൂഹത്തോട്, മകളുടെ ജീവന് വേണ്ടി പോരാടുന്ന ഒരു പറ്റം ആളുകളൊക്കെ അമ്മയുടെ കൂടെയുണ്ട്. അതുകൊണ്ട് അമ്മ ധൈര്യമായിട്ടിരിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ. അമ്മയ്ക്ക് ഈ സമൂഹത്തോട് എന്താണ് കൂടുതലായിട്ട് ആവശ്യപ്പെടാനുള്ളത് ഈ ഒരു വിഷയത്തിൽ? എല്ലാവരും ചേർന്ന് എന്റെ മോളെ രക്ഷിക്കണം. ഈ അറബ് രാജ്യത്ത് അവളെ ബലി കഴിക്കാൻ കൊടുക്കരുതെന്നാണ് എന്റെ ഒരു അപേക്ഷ. അങ്ങനെ അവളെ ബലി കഴിക്കാൻ തന്നെ അവിടെ ചെയ്യുവാണെങ്കിൽ എന്റെ ബദല് ഞാൻ അതിന് തയ്യാറാവുന്നു. അവളുടെ കൊച്ചിന് വേണ്ടി അവളെ മോചിപ്പിക്കണം എന്നാണ് എന്റെ ഒരു അപേക്ഷ. തീർച്ചയായും അമ്മയുടെ ആ ഒരു വാക്കുകൾ പോലെ തന്നെ തീർച്ചയായിട്ടും അതിനു വേണ്ടിയിട്ടാണ് ലോകത്തെമ്പാടുമുള്ള ആളുകൾ നിമിഷപ്രിയയ്ക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു സേവ് നിമിഷപ്രിയ ഇൻ്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചിരിക്കുന്നത്. അതിന് മേൽനോട്ടം വഹിക്കുന്ന, അതിന് സഹായിക്കുന്ന ആളുകളൊക്കെയാണ് ഇപ്പോൾ കൂടിയിരിക്കുന്നത്. എനിക്ക് കൂടുതൽ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കണം എന്നുണ്ട് അമ്മയോട്, കൂടുതൽ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കണമെന്നുണ്ട്. പക്ഷേ നമ്മളും ഒരു മനുഷ്യരാണ്. വാർത്തകൾക്കപ്പുറം, പ്രോഗ്രാമിനപ്പുറം, റീച്ചിനപ്പുറം നമുക്ക് ഒരു മാനസികമായ പരിഗണന കൂടിയുണ്ട്. അത് പരിഗണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ചോദ്യങ്ങളൊക്കെ ഉപേക്ഷിച്ചിരിക്കുകയാണ്. എങ്കിലും ഇത്രയും സമയം നമ്മളോടൊപ്പം ചേർന്ന, ആദ്യം മുതലേ തന്നെ നിമിഷപ്രിയയുടെ മോചനത്തിനായി പ്രവർത്തിച്ച സാമുവൽ ജെറോം ഭാസ്കരൻ, യമനിൽ നിന്നാണ് അദ്ദേഹം ചേർന്നത്. കൂടാതെ നിമിഷപ്രിയയുടെ അമ്മ പ്രേമകുമാരി, കൂടാതെ സേവ് നിമിഷപ്രിയ ഇൻ്റർനാഷണൽ ആക്ഷൻ കൗൺസിലിൻ്റെ കൺവീനറായ ജയൻ കെ, കൂടാതെ അഡ്വക്കേറ്റായ ദീപ ജോസഫ്, കൂടാതെ സേവ് നിമിഷപ്രിയ ഇൻ്റർനാഷണൽ ആക്ഷൻ കൗൺസിലിൻ്റെ വൈസ് ചെയർപേഴ്സൺ കൂടിയാണ്. എല്ലാവർക്കും ഈ ഒരു സമയത്ത് നന്ദി എന്ന വാക്കിന് അപ്പുറത്തേക്ക് നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്കെല്ലാം വളരെയധികം വിജയമുണ്ടാകട്ടെ. നിമിഷപ്രിയ ജീവനോടെ നമുക്കിടയിലേക്ക് വരട്ടെ. നമ്മൾ ഇത്രയും നാളും അനുഭവിച്ച ഈ വിങ്ങലുകൾക്ക് പുതിയ പുലരിയിലൂടെ ഒരുപാട് പേർക്ക് സന്തോഷം നിറച്ചുകൊണ്ട് നിമിഷപ്രിയ നമുക്കൊപ്പം ചേരട്ടെ എന്ന് പ്രത്യാശിക്കുന്നു. വളരെയധികം എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിയാണ്. ഒത്തിരി നന്ദിയുണ്ട് പ്രവീൺ, അതുപോലെ തന്നെ BMC ന്യൂസ്. ഈ ഒരു യാഥാർത്ഥ്യം, കുറച്ചു മനസ്സുകളുടെ പിടയുന്ന വേദന, അല്ലെങ്കിൽ ഒരു അരിമ കുഞ്ഞിന്, പെൺകുഞ്ഞിന് അവളുടെ അമ്മയെ വേണമെന്ന ദീനരോധനം, എന്റെ ജീവൻ എടുത്തിട്ട് പകരം എന്റെ മകളെ തിരിച്ചു വയ്ക്കൂ, തിരിച്ചു തരൂ എന്ന്
2 കണ്ണുകളും ഒഴി നമ്മളോട് യാചിക്കുന്ന ഒരമ്മ, അതിലുപരി കുറേയേറെ സുമനസ്സുകള് ഒരേ മനോഭാവത്തോടെ എങ്ങനെയെങ്കിലും നിമിഷയെ ജീവനോടെ തിരിച്ച് പിറന്ന മണ്ണിലേക്ക് കൊണ്ടുവരാനുള്ള ആളുകളുടെ അതിതീക്ഷ്ണമായ പ്രവർത്തനങ്ങൾ, ഇതെല്ലാം മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനും സംപ്രേഷണം ചെയ്യുവാനും ഞങ്ങളെയൊക്കെ ഒരുമിച്ച് കൂട്ടിയ BMC ന്യൂസിനോട് ഒരുപാട് നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. നന്ദി ശ്രീ ജയൻ. എന്തായാലും അമ്മക്കറിയണ്ട കേട്ടോ, എല്ലാം ശരിയാകും കേട്ടോ. അമ്മക്കറിയണ്ട, ഇവരൊക്കെ കൂടെയില്ലേ, എല്ലാം ശരിയാകും കേട്ടോ. എല്ലാം ശരിയാകും. എന്തായാലും അമ്മയുടെ മോൾ ഉടൻ തന്നെ അമ്മയുടെ അടുത്തേക്ക് എത്തും. അത് തന്നെയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന. ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തുള്ള വളരെയധികം ബിസിനസ്സുകാരായിട്ടുള്ള ആൾക്കാരുണ്ട്. അത്തരത്തിലുള്ള ആൾക്കാരൊക്കെ ഇത് കേൾക്കുന്നുണ്ടാകും. അതോടൊപ്പം മറ്റ് ചാനലുകളും മാധ്യമങ്ങളിലൊക്കെ കേൾക്കുന്നുണ്ടാകും. അമ്മയുടെ ആ ഒരു വേദന മനസ്സിലാക്കുന്നുണ്ടാകും. എന്തായാലും അമ്മയുടെ മോൾ തിരിച്ചു വരും കേട്ടോ. എല്ലാ പ്രേക്ഷകർക്കും നന്ദി. ഇതോടെ BMC ന്യൂസ് ലൈവിൻ്റെ ഈ ഒരു പ്രത്യേക പ്രോഗ്രാം പറയൂ അമ്മ. അമ്മയുടെ വാക്കുകൾ ഇവിടെ കേൾക്കുന്നില്ല, ചെറിയ നെറ്റ്വർക്ക് പ്രശ്നമുണ്ട്. എന്തായാലും ഒരമ്മ എന്തായിരിക്കും പറയുക എന്ന കാര്യം നമുക്കറിയാം. നമ്മൾ ചോദിക്കുന്നതിലും ഉപരിയായിട്ട് എൻ്റെ മോളുടെ ജീവൻ രക്ഷിക്കണം എന്ന് തന്നെയാണ്. എല്ലാ പ്രേക്ഷകർക്കും നന്ദി. ഈ ഒരു പ്രോഗ്രാം ഇവിടെ അവസാനിക്കുകയാണ്. നന്ദി, നമസ്കാരം.